ഓരോ നിമിഷത്തെക്കുറിച്ചും നാളെ പരലോകത്ത് അല്ലാഹു തആല നമ്മോട് വിചാരണ ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുണ്യ ഹദീസിൽ നമുക്ക് ഇപ്രകാരം കാണാൻ കഴിയും: ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ ഹത്താ യുസ്അല അൻ അർബഅ. 4 കാര്യത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ ഒരു മനുഷ്യനും അവന്റെ കാല് ഭൂമിയിൽ നിന്നും മാറ്റാൻ കഴിയുകയില്ല. അൻ ഉംരിഹി ഫീമാ അഫ്നാ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായിട്ട് പരിചയപ്പെടുത്തുന്നു, അവന്റെ ആയുസ് എങ്ങനെ ചിലവഴിച്ചു എന്ന് നാളെ അല്ലാഹു തആല ഓരോ ജനങ്ങളോടും വിചാരണ ചെയ്യും, ചോദിക്കും. വെറും തുച്ഛമായ 60-70 വർഷം വരെ ഇവിടെ ജീവിക്കുന്ന മനുഷ്യൻ അള്ളാഹുവിന് തൃപ്തികരമായ ജീവിതം ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സ്വർഗം കിട്ടും. അതല്ല എങ്കിൽ അള്ളാഹുവിനെ ധിക്കരിച്ച് അവന്റെ വിധിവിലക്കുകൾക്ക് അനുസൃതമായി പ്രവർത്തിക്കാതെ തെറ്റ് ചെയ്യുകയാണെങ്കിൽ ശിക്ഷയും നരകവുമാണ് അവന് ലഭിക്കുന്നത്. ആ ആയുസ്സിനെ കുറിച്ച് അള്ളാഹു തആല നാളെ വിചാരണ ചെയ്യും. വഅൻ ഇൽമിഹി ഫീമാ ഫഅൽ. നീ പഠിച്ച ഇൽമ്, നീ പഠിച്ച അറിവ് അനുസരിച്ച് നീ എന്ത് ചെയ്തു എന്ന് നാളെ അല്ലാഹു തആല ചോദിക്കും. വഅൻ മാലിഹി മിൻ ഐന ഇക്തസബ ഫീമാ അൻഫഖ. സമ്പത്ത് എവിടെ നിന്നും ഉണ്ടാക്കി, ധനം എങ്ങനെ ഉണ്ടാക്കി, ആ സമ്പത്ത് എവിടെ ചിലവഴിച്ചു എന്ന് നാളെ പരലോകത്ത് അല്ലാഹു തആല ഓരോ മനുഷ്യരോടും ചോദിക്കുമെന്ന് പുണ്യ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 4-മതായിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഅൻ ജിസ്മിഹി ഫീമാ അബ്ലാ. ശരീരം അത് എങ്ങനെയാണ് ഉപയോഗിച്ചത്, ഹറാമിൽ കൊണ്ട് ശരീരം ഇട്ടുവോ അതോ നന്മ ചെയ്തുവോ എന്നതിനെ കുറിച്ചും നാളെ പരലോകത്ത് ഓരോ മനുഷ്യനും നിന്ന് മറുപടി പറയാതെ അവന്റെ 2 കാൽപാദം ചലിപ്പിക്കാൻ കഴിയില്ല എന്ന് പുണ്യ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം.